ആദരണീയനായ റസാഖ് സാർ, അതോടൊപ്പം തന്നെ ചരിത്ര രചനകളിലും ചരിത്ര വസ്തുക്കളിലൊക്കെ താല്പര്യമുള്ള ആളുകളെ, നേരത്തെ റസാഖ് സാർ പറഞ്ഞത് വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും കെ.എൻ. പണിക്കർ സാറ് കൃത്യമായി അവലോകനം ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിലെ മുഖ്യ പ്രഭാഷണവും റസാഖ് സാർ തന്നെയാണ്. അതിൻ്റെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ മാത്രമാണ് എനിക്കുള്ള ഒരു ഡ്യൂട്ടി. നേരത്തെ പറഞ്ഞതുപോലെ കെ.എൻ. പണിക്കർ സാർ ധാരാളം അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള അങ്ങനെ ആ രൂപത്തിലുള്ള ധാരാളം പൊസിഷൻ ഉണ്ടായ ഒരാൾ കൂടിയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ധാരാളം വർഷങ്ങൾ അതിൻ്റെ ഏറ്റവും നെടുനായകത്വത്തിലുള്ള ഒരാളായിരുന്നു കെ.എൻ. പണിക്കർ സാർ. JNUവിലെ അല്ലെങ്കിൽ സെൻട്രൽ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് അല്ലെങ്കിൽ JNUവിലെ ഹിസ്റ്ററി CHSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകനായിരുന്നു. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അവിടുത്തെ HOD ആയിരുന്നു. കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ച കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ചെയർമാനായിരുന്നു. ഇങ്ങനെയുള്ള ധാരാളം അക്കാദമികപരമായ നേതൃത്വം വഹിച്ച ആളായിരുന്നു കെ.എൻ. പണിക്കർ സാർ. അദ്ദേഹത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് 3 ആസ്പെക്ട്സിലാണ് അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയത്. അതിൽ ഏറെക്കുറെ റസാഖ് സാർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആഡ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്. അതിലൊന്ന്, നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ഇൻ്റലക്ച്വൽ ആയിരുന്നു അദ്ദേഹം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ചരിത്രകാരൻ, ഇന്ത്യയിലെ ഏത് ചരിത്രകാരന്മാരെടുത്ത് നോക്കിയാലും പൊതു വിഷയങ്ങളിൽ സജീവമായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുണ്ട്, സാംസ്കാരിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ പൊതു സംസ്കാരത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് സാംസ്കാരിക പ്രവർത്തനം എന്നാണ് കെ.എൻ. പണിക്കർ സാർ പറയുന്നത്. അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ നമ്മൾ സാക്ഷി വഹിച്ച മാറാട് കലാപത്തിൽ അദ്ദേഹം മാറാട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നേരത്തെ റസാഖ് സാർ പറഞ്ഞ ഒരു കാര്യം, ഡിസംബർ 5 1992 ഡിസംബർ 5 അദ്ദേഹം അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ പോയി കണ്ടിരുന്നു. ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് രാജ്യത്തിൻ്റെ പോക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സാധ്യതകൾ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് പറയുന്നുണ്ട്. ഡിസംബർ 6 തകർന്നു. ഡിസംബർ 7 അദ്ദേഹം അന്നത്തെ രാഷ്ട്രപതിയെ പോയി കാണുന്നു. രാഷ്ട്രപതിയെ കണ്ടിട്ട് അദ്ദേഹം പറയുന്നത് BBC റിപ്പോർട്ട്, അതായത് അന്നത്തെ ധാരാളം റിപ്പോർട്ടുകൾ, പത്ര റിപ്പോർട്ടുകളും BBC റിപ്പോർട്ടുകളും അടിസ്ഥാനമാക്കിയിട്ട് അവിടെ തീർച്ചയായും അവിടെ ഒരു മന്ദിരം പണിയാൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രപതിയെ ഓർമ്മപ്പെടുത്തുന്ന അദ്ദേഹം. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതിൽ സജീവമായി ഇടപെടുന്ന ഒരു മൊമെൻറ്റിൽ, നമുക്കറിയാം എല്ലാവരും വിറങ്ങലിൽ ചലിക്കുന്ന മൊമെൻറ്റിൽ ഒരു പബ്ലിക് ആക്ടിവിസ്റ്റ് ആയിട്ടാണ് കെ.എൻ. പണിക്കർ സാറെ നമ്മൾ അറിയപ്പെടുന്നത്. നമുക്കറിയാം ബാബറി മസ്ജിദ് ധ്വംസനത്തിന് ശേഷം ഉള്ള ലിബർഹാൻ കമ്മീഷനിൽ കെ.എൻ. പണിക്കർ സാറുടെ പേര് എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിൽ കെ.എൻ. പണിക്കരുടെ ഇത്തരം പ്രവർത്തനങ്ങളെ പറ്റി പറയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം നമുക്കറിയാം ഈ ലിബർഹാൻ കമ്മീഷൻ നമുക്കറിയാം പ്രത്യേകിച്ച് ബോംബെ കലാപവും അതുപോലെ തന്നെ ബാബറി മസ്ജിദ് ധ്വംസനം, ലിബർഹാൻ കമ്മീഷൻ, ശ്രീകൃഷ്ണ കമ്മീഷനും ലിബർഹാൻ കമ്മീഷനും ഒക്കെ ഇപ്പോൾ നമുക്ക് പുതിയ കാലത്ത് വായിച്ചെടുക്കുമ്പോൾ ഒരിക്കൽ പോലും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒരിക്കലും വരാൻ സാധ്യതയില്ല. ആ സമയത്ത് കെ.എൻ. പണിക്കരുടെ ഇത്തരം കമ്മീഷനുകളിൽ പോയിട്ട് അവിടെ ഹിയറിംഗ് പങ്കെടുക്കുകയും അങ്ങനെ അതിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് കെ.എൻ. പണിക്കർ സാർ നമുക്കറിയുന്നത്. ഗുജറാത്ത് കലാപത്തിൽ നേരത്തെ റസാഖ് സാർ പറഞ്ഞതുപോലെ അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ അവസ്ഥകൾ വിലയിരുത്തുകയും അന്നത്തെ ചരിത്ര പണ്ഡിതന്മാരോടും അതോടൊപ്പം അധികാരികളോടും കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരു പബ്ലിക് ആക്ടിവിസ്റ്റ് ആയിട്ടാണ് കെ.എൻ. പണിക്കർ സാറെ നമുക്കറിയുന്നത്. സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചരിത്ര രചനയിൽ അല്ലെങ്കിൽ നമ്മൾ നിലവിലുള്ള ഇപ്പോഴത്തെ സ്കോപ്പസ് ജേണലുകളിലൊക്കെ എഴുതുന്നതിന് അപ്പുറത്തേക്ക് പോപ്പുലർ ജേണലുകളിൽ എഴുതുന്ന രീതിയായിരുന്നു പണിക്കർ സാർ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ടുവേർഡ്സ് ഹിസ്റ്ററി. പറയാം, ആ സമയത്ത് വാജ്പേയി ഗവൺമെൻറ് അദ്ദേഹം 1940-കളിലെയൊക്കെ യഥാർത്ഥ രേഖകൾ കൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 2-3 ചരിത്രകാരന്മാരും എഴുതിക്കൊണ്ടിരുന്ന ടുവേർഡ്സ് ഹിസ്റ്ററി അവസാനം 2000 വാജ്പേയി ഗവൺമെൻറ് നിരോധിക്കുകയും അതോടൊപ്പം തന്നെ അത് ഒരിക്കലും പ്രസിദ്ധീകരണത്തിന് അനുമതി നൽകാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. എവിടെയൊക്കെയോ ഫാസിസം തലപൊക്കുന്നുവോ അവിടെയൊക്കെ സജീവമായി
കളത്തിലിറങ്ങി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു കെ എൻ പണിക്കർ സാർ എന്നാണ് അതാണ് ഒരു വശം. ബാക്കിയുള്ളതൊക്കെ റസാഖ് സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. നേരത്തെ റസാഖ് സാർ വളരെ വിശദമായി അത് പറഞ്ഞു, എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റിൻ്റെ ആ വിഷയത്തിൽ. അതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രരചനാ രീതി നമുക്കറിയാം. അന്റോണിയോ ഗ്രാംഷി എഴുതുമ്പോൾ നേരത്തെ മാർക്സും ആംഗിൾസും എഴുതിയ സമയത്ത് ദേശീയത എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഫാസിസവും നാസിസവും പറയുമ്പോൾ അഗ്രസീവ് നാഷണലിസം എന്ന ഒരു സംജ്ഞ അല്ലെങ്കിൽ ഒരു പദം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോധം വരുന്നത് 1920-കൾക്ക് ശേഷമാണ് നമുക്കറിയാം. ആ ദേശീയതയെ സമർത്ഥമായി എഴുതിയ ഒരാളായിരുന്നു ഗ്രാംഷി. ശരി, യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദേശീയതയും ഇറ്റാലിയൻ ദേശീയതയും ഒക്കെ ഏറെക്കുറെ നമുക്ക് സമീകരിക്കുന്ന ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ മാർക്സും ആംഗിൾസും ഒക്കെ സാമ്രാജ്യത്വവും ഒക്കെ കാണുന്നെങ്കിൽ അന്ന് ഈ ദേശീയതയുടെ ഈ രൂപം വളർന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മലബാർ കലാപത്തെ അദ്ദേഹം അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഗ്രാംഷ്യൻ രീതിയിലൂടെയുള്ള ഒരു എഴുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒന്നുള്ളത് മലബാർ കലാപത്തെ പറ്റി ധാരാളം റസാഖ് സാറിനെ പറ്റി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആമുഖത്തിലാണ് ആ കഥ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കഥ ആമുഖത്തിലാണ് അത് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം നമുക്കറിയാം ധാരാളം ധാരകൾ നമുക്ക് മലബാർ കലാപത്തെ പറ്റി നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രഭുത്വവാഴ്ച എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ്, പ്രഭുത്വവാഴ്ചക്കെതിരെയും അതോടൊപ്പം തന്നെ ജമ്മിമാർക്കെതിരെയും മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം. ഒന്ന് പ്രഭുത്വവാഴ്ചക്കെതിരെ, രണ്ടാമത് സ്റ്റേറ്റിനെതിരെ, അതോടൊപ്പം തന്നെ അതിൽ ഉണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ്. നമുക്ക് ഗ്രാംഷി വായിക്കുമ്പോൾ നമുക്കറിയാം ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് കാണാൻ പറ്റും, ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ് പറയാൻ പറ്റും. ഈ ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസിൻ്റെ സ്വാധീനത്തെ പറ്റിയാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ മലബാർ കലാപത്തെ പറ്റി പറയുമ്പോൾ റസാഖ് സാർ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞത് മലബാർ കലാപാനന്തരം റസാഖ് PhD തീസിസ് തന്നെ നമുക്കറിയാം മുസ്ലിം ഐഡൻറ്റിറ്റിയുമായും അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സുമായിട്ടും ബന്ധപ്പെട്ടാണ് സാറിൻ്റെ തീസിസ്. അപ്പം മലബാർ കലാപാനന്തരം മലബാർ രാഷ്ട്രീയത്തിൽ മുസ്ലിം സമൂഹം ഒരു ഷെല്ലിലേക്ക് പിൻവലിയുകയും രാഷ്ട്രീയപരമായി അന്തർമുഖരമായും മാറുകയും ചെയ്തപ്പോൾ അത് പിന്നീട് മുസ്ലിം തനിമയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഊർജമായി രൂപം കൊണ്ടു എന്ന് അദ്ദേഹത്തിൻ്റെ അവസാനത്തെയും എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റിലെ പുസ്തകത്തിലെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കലാപാനന്തരം നമുക്കറിയാം മുസ്ലിം സമൂഹം വിറച്ചു നിന്ന് എല്ലാത്തിൽ നിന്നും പിൻവലിയുന്ന രീതിയിലേക്ക് മാറി, ആകെ പ്രശ്നങ്ങളായി മാറി. അതോടൊപ്പം തന്നെ അവർ അരികവൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നു, രാഷ്ട്രീയപരമായി അന്തർമുഖരായി മാറുന്നു. ഇതിനെ ഒരു നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവിൽ നിന്നുകൊണ്ട് ഒരു മുസ്ലിം തനിമയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമായി മാറി എന്നൊക്കെ കെ എൻ പണിക്കർ സാർ പറയുന്നുണ്ടെന്ന് കാണാൻ കഴിയും. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഏരിയ വർഗീയതക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാടായിരുന്നു. അദ്ദേഹം കാവ്യവൽക്കരണത്തിനെതിരെയുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെയുള്ള ശക്തമായി ശബ്ദിച്ചവരിൽ ആദ്യ ചരിത്രകാരന്മാരിൽ ആദ്യ പ്രമുഖരിൽപ്പെടുന്ന ഒരാളായിരുന്നു കെ എൻ പണിക്കർ സാർ. കാരണം 1977 ചരിത്രം അല്ലെങ്കിൽ 75 ചരിത്രം അതിൻ്റെ കാര്യങ്ങൾ റസാഖ് സാർ നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. എവിടെയൊക്കെയോ ഈ കാവ്യവൽക്കരണം ആരംഭിച്ചു. ഇപ്പോൾ നമുക്കറിയാം 1991 ശേഷമാണ് അല്ലെങ്കിൽ ലിബറലൈസേഷൻ പോളിസിക്ക് ശേഷമാണ് കാവ്യവൽക്കരണം എന്ന അജണ്ട പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉടനീളം രാജസ്ഥാനിലും ഉത്തർപ്രദേശിലുമാണ് തുടങ്ങിയതെങ്കിൽ പോലും അത് ഇപ്പോൾ നമുക്കറിയാം അത് എല്ലായിടത്തും വന്നു കഴിഞ്ഞു. അന്ന് തുടങ്ങിയ സമയത്ത് പോലും ശക്തമായി അതിനെ നിശിതമായി വിമർശിച്ച് ലേഖനങ്ങൾ എഴുതിയ ഒരാളായിരുന്നു കെ എൻ പണിക്കർ സാർ. വർഗീയതയെ തുടക്കം മുതൽ തന്നെ അതിനിശിതമായി വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ ഹിന്ദുത്വവാദികൾക്ക് അലോസരമുണ്ടാക്കുന്ന ചരിത്രകാരന്മാരിൽ പ്രമുഖനായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെപ്പറ്റി നേരത്തെ റസാഖ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വർഗീയതയെ ഒരു അക്കാദമിക് വിഷയമായി എടുത്തു. അത് ഒരു അക്കാദമിക് വിഷയമായി മാത്രം കാണുന്നതിനപ്പുറത്തേക്ക് അതിനെ ഒരു രാഷ്ട്രീയമായ ഒരു വിഷയമായി എടുത്തു എന്നുള്ളതാണ് കെ എൻ പണിക്കർ സാറുടെ ഒരു ഏറ്റവും പ്രധാന പ്രത്യേകത. എന്ന് പറഞ്ഞാൽ വെറും ഒരു അക്കാദമിക് തലത്തിലുള്ള ചർച്ചകളിനപ്പുറത്തേക്ക് എങ്ങനെ അത് രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന രീതിയിലേക്ക് അതിനെ അതിനിശ്ചിതമായി വിമർശിക്കുകയും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സമൂഹത്തോട് തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കെ എൻ പണിക്കർ സാർ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും.
ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ 3 ആസ്പെക്ട്സിൽ, ഒന്ന് അദ്ദേഹം ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽ, രണ്ടാമത്തത് എഗെയിൻസ്റ്റ് ലോഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകത്തുമായി ബന്ധപ്പെട്ട് മലബാർ കലാപത്തിൽ അതുവരെ നമുക്ക് കാണാൻ കഴിയാതിരുന്ന പുതിയ തലങ്ങളിലേക്കുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പേഴ്സ്പെക്റ്റീവ്സുകൾ, അതോടൊപ്പം തന്നെ വർഗീയത ഇന്ത്യയിൽ തുടങ്ങുന്ന അന്നു മുതൽ തന്നെ അതിനിശ്ചിതമായി നഖശിഖാന്തം എതിർത്തിരുന്ന പ്രമുഖനായ ചരിത്രകാരന്മാരിൽ ഒരാളായിരുന്നു കെ.എൻ. പണിക്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിടവാങ്ങിയതിനു ശേഷമാണ് കെ.എൻ. പണിക്കർ സാറ് ഇങ്ങനെയുള്ള ആസ്പെക്ട്സുകൾ തന്നെ കേരളത്തിലെ ചരിത്ര വിദ്യാർത്ഥികളും ചരിത്ര അധ്യാപകരും അറിയുന്നത്. അതുവരെ കെ.എൻ. പണിക്കർ സാർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അദ്ദേഹത്തെ കേൾക്കുകയും കാണുകയും സംസാരിക്കുകയും ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൽ പ്രബന്ധം അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാധാ പണ്ഡിതൻ ആയിരുന്നു കണ്ടിരുന്നെങ്കിൽ, മരണത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ്സുകൾ ധാരാളം ഇങ്ങനെയുള്ള മലബാർ കലാപവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആക്ടിവിസവുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ നമ്മോട് അത് വിശദമായി പറയുന്നത് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ചരിത്രകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. സ്വാഭാവികമായിട്ടും പുതിയ ചരിത്രകാരന്മാരും ചരിത്രരചനാർജികളും ഒക്കെ വളർന്നു വരേണ്ടതുണ്ട്. കെ.എൻ. പണിക്കർ സാറിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ രീതിയിലേക്ക് നാം കാലെടുത്ത് വെക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. റസാഖ് സാറിനൊക്കെ അതിനൊക്കെ ഏറ്റവും നന്നായി കഴിവുള്ള ആളാണ്. അദ്ദേഹത്തെ പോലെയുള്ള ചരിത്രകാരന്മാർ പുതിയ രീതിയിലേക്ക്, ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി ശക്തമായി വരണമെന്ന് കൂടി ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. താങ്ക് യു.